ഇന്നലെ ബ്രസീൽ വേഴ്സസ് പനാമ മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ബ്രസീലിന്റെ സ്റ്റേഡിയമായ മാറക്കാനയിലാണ് മത്സരം നടന്നത്. ആഞ്ചലോട്ടി പറഞ്ഞിട്ട് ചെയ്ത ഒരു മത്സരമാണ്. ആഞ്ചലോട്ടിയുടെ ഒരു നിർബന്ധം കൊണ്ട് കളിച്ച ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. എന്തുകൊണ്ടും ആ ഫ്രണ്ട്ലി മാച്ച് കളിച്ച വളരെ നന്നായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടീം അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് 3 ഫ്രണ്ട്ലി മാച്ച് കളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത് വളരെ നല്ലതാണ് ടീമിന്. എന്തുകൊണ്ടും അതുകൊണ്ട് ഇന്നലെ പനാമയായിട്ട് കളിച്ച മത്സരത്തിൽ 6-2 ബ്രസീൽ വിജയിച്ചു. ഒരു ത്രില്ലിംഗ് കിടിലം പോരാട്ടം ബ്രസീൽ കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മളപ്പം നമ്മളെ വേൾഡ് കപ്പ് ആവേശത്തിന് 2ാം സീരീസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പം കളിയിൽ ഏറ്റവും മികച്ച താരങ്ങളുമായിട്ട് തന്നെയാണ് കാർലോ ആൻസലോട്ടി ഇറങ്ങിയ. മുന്നേറ്റ നിരയിൽ ലൂയിസ് എൻറിക്കെ, വിനി ജൂനിയർ, റഫീനിയ, മത്യോസ് ക്യൂന, മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗെയ്മറസ്, കസമേറോ തുടങ്ങിയ മിക്ക താരങ്ങളും വെച്ച് തന്നെയാണ് ഇറങ്ങിയത്. എന്തായാലും മികച്ച പ്രകടനം തന്നെ ബ്രസീൽ കാഴ്ചവെച്ചു. കളിയുടെ 1ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ലോങ് റേഞ്ചർ ബുള്ളറ്റ് ഫിനിഷ് കണ്ടു. പിന്നെ കളിയുടെ 38ാം മിനിറ്റിൽ കസമീറോ ഗോൾ അടിച്ചു. അതുപോലെ തന്നെ കളിയുടെ 52ാം മിനിറ്റിൽ റയാനും, അതുപോലെ തന്നെ കളിയുടെ 59ാം മിനിറ്റിൽ ലുക്കാസ് പക്കേറ്റയും, 62ാം മിനിറ്റിൽ ഇഗോർ തിയാഗോയുടെ പെനാൽറ്റി ഗോളും 80ാം മിനിറ്റിൽ ഡാനിലോയുടെ ഗോളും വന്നു. പനാമ അടിച്ച 2 ഗോളിൽ ഒരെണ്ണം മത്യാസ് ക്യൂനയുടെ ഓൺ ഗോൾ ആയിരുന്നു 13ാം മിനിറ്റിൽ, ഒന്ന് ഹാർവിയുടെ 83ാം മിനിറ്റിലെ ഗോളായിരുന്നു. എന്തായാലും 6-2 മാറക്കാന സ്വന്തം നാട്ടിലൊരു വിടപറച്ചിൽ മികച്ച രീതിയിൽ തന്നെ ബ്രസീൽ നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ബ്രസീലിന്റെ ഒരു സ്ക്വാഡ് നമുക്ക് മൊത്തത്തിൽ ഇന്നലത്തെ മാച്ച് വെച്ച് നോക്കാൻ നേരത്താണ് മികച്ച പ്രകടനം തന്നെ ബ്രസീൽ പനാമയായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ് തന്നെയാണ് ടീമിന്. എന്തായാലും കളി ഫസ്റ്റ് ഹാഫിൽ 2-1 കളി തീർന്നത്. എന്തായാലും ഒരു മികച്ച ഒരു കളി തന്നെയായിരുന്നു. ടീമിനെ നല്ലൊരു ഗുണകരമായി എന്നുള്ളതാണ്. കളിയിലെ ഹാഫ് ടൈമിൽ കഴിഞ്ഞപ്പോൾ കളി 2-1 കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആഞ്ചലോട്ടി 7 മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. ടീമിന്റെ ഡെപ്ത് കാണിച്ചു തരുന്ന 7 മാറ്റങ്ങളാണ്. നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിൽ സൂപ്പർ താരങ്ങളൊക്കെ ആഞ്ചലോട്ടി ഇറക്കി എന്നുള്ളതാണ്. റയാൻ, അതുപോലെ തന്നെ പക്വേറ്റ, ഇഗോർ തിയാഗോ എന്നിവർ ഗോൾ നേടിയപ്പോൾ ബ്രസീലിന്റെ ആക്രമണം വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ടീമിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ 6 വ്യത്യസ്ത സ്കോറർമാര് അറ്റാക്കിങ്ങിൽ മികച്ച രൂപത്തിൽ തന്നെ നടത്തി എന്നുള്ളതാണ്. വ്യത്യസ്ത 6 ഗോൾ സ്കോറേഴ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ ഫോമിൽ ഒരു മികച്ച ഒരു തിരിച്ചുവരവും കൂടി ഇന്നലത്തെ മത്സരത്തിൽ കണ്ടു എന്നുള്ളതാണ്. പിന്നെ സബ് ചെയ്തായിരുന്നു മികച്ച പ്രകടനം നടത്തിയവരെ മാറ്റം വരുത്തി റയാൻ, അതുപോലെ തന്നെ ഇഗോർ തിയാഗോ, ഡാനിലോ, ലൂക്കാസ് പക്കേറ്റയൊക്കെ മികച്ച പ്രകടനം നടത്തിയ ആൾക്കാരെയൊക്കെ മാറ്റി ഒരു മികച്ച മാറക്കാനിൽ ആവേശകരമായ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ കാർലോ ആൻചലോട്ടിയുടെ ബ്രസീലിന് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം എന്നുള്ളതാണ്. പിന്നെ ഒരു ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഡിഫൻസ് ആണ്. ഡിഫൻസിന്റെ മിസ്റ്റേക്കുകൾ അത് ഓൺ ഗോളിന് വരെ വരുത്തി വെക്കുകയായിരുന്നു. എന്തായാലും ഡിഫൻസിൽ ഇനിയിപ്പോ എഡർ മിലിറ്റാവോ, അതുപോലെ തന്നെ മാർക്യൂനസ് ഒക്കെ ടീമിൽ വരും മത്സരങ്ങളിൽ ജോയിൻ ചെയ്യും. കാരണം അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ അവരായിരിക്കും ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ടീമിൽ വരാനായിട്ട് പോകുന്നത് ഇനി അടുത്ത ഫ്രണ്ട്ലി മാച്ചിലൊക്കെ. അപ്പം പിന്നെ സെറ്റ് പീസുകൾ കൂടുതൽ മികച്ചതാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ മാച്ച് കാണാൻ നമുക്ക് കൃത്യമായിട്ട് തോന്നുന്നത്. അതൊക്കെ മികച്ചതാണെങ്കിൽ മികച്ച രൂപത്തിൽ തന്നെ വേൾഡ് കപ്പിൽ ആഞ്ചലോട്ടിയുടെ ടീമിന് കൂടുതൽ നല്ല രൂപത്തിൽ ഫോമിൽ കളിക്കാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും മറ്റു ടീം പനാമയായാലും ബ്രസീലിനെതിരെ നല്ല രീതിയിൽ തന്നെ മികച്ച പ്രകടനം, നല്ല രീതിയിൽ തന്നെ പൊരുതി എന്ന് തന്നെ പറയാം. എന്തായാലും ഇതൊക്കെയാണ് ബ്രസീലിന്റെ ഒരു പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവുമായിട്ടുള്ള കാര്യം. ഇനി പരിക്കിന്റെ പിടിയിലാണ് നെയ്മർ ജൂനിയർ, സ്ക്വാഡിലുണ്ട്, പക്ഷേ പരിക്ക് മാറി നെയ്മർ ജൂനിയർ ഇനി വരണം. കളിക്ക് ശേഷം നെയ്മറൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മറക്കാനിൽ എന്നുള്ളതാണ്. എന്തായാലും മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. വിനി ജൂനിയറൊക്കെ ആ ഒരു ഫോം കൊണ്ടുപോയ മികച്ച ഒരു സ്കോറുണ്ട്, മികച്ച ഒരു ഗോൾ സ്കോറിംഗ് നിരയൊക്കെ ഉണ്ടെന്ന് തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ് ബ്രസീൽ വേഴ്സസ് പനാമ മാച്ചിലൂടെ.